ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡാണ്. അപ്പം ഞാൻ രാവിലെ ഇന്ന് പൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. മേ ബി ഒരു മീൽ പ്ലാനിങ്, മീൽ പ്രെപ്പ് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും നാളെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സാധാരണ നമ്മൾ വീക്കെൻഡ് എന്തെങ്കിലും ഇങ്ങനത്തെ ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ്, പൂരി, പത്തിരി, ഭട്ടൂര അങ്ങനെയൊക്കെ കൈൻഡ് ഓഫ് റെഗുലറായിട്ട് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ എല്ലാ ആഴ്ചയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പൂരിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പം അങ്ങനെ ഒരു മേ ബി ഒരു മോർണിംഗ് റൂട്ടീനായിട്ടൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിങ്ങനെ എടുത്തു വന്നപ്പോൾ ഞാൻ ഇന്ന് തന്നെ കുറച്ച് മീൽ പ്ലാനിങ്ങും മീൽ പ്രെപ്പും ഒക്കെ ചെയ്യുന്ന ദിവസം കൂടിയാണ്. ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും, പിന്നെ നമ്മളൊരു വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു റീസെറ്റ് റൂട്ടീനാണല്ലോ. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെക്കും. കാരണം ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് ആ മൺഡേ ടു ഫ്രൈഡേ ഇങ്ങനെ ഭയങ്കര തല്ലി അലച്ച് പണിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ വീക്കെൻഡ് തന്നെ ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ മീൽ പ്ലാനും കുക്കിങ്ങും ക്ലീനിങ്ങും വർക്കൗട്ടും അങ്ങനെ കുറേ വിശേഷങ്ങളുള്ള നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ മുട്ട ഇന്ന് ബോയിൽ ചെയ്യുന്നത് കുക്കറിലാണ്. നമ്മൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പം വെള്ളം ഇങ്ങനെ ഒരുവിധം തിളച്ച് വരുമ്പം നമ്മൾ മുട്ട വെക്കുക. എന്നിട്ട് ലിഡ് കൊണ്ട് കവർ ചെയ്ത് ഒരു വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്യുക. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കത് പ്രഷർ റിലീസ് ചെയ്യാം. അപ്പോഴത്തേക്ക് മുട്ട നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ കുക്കറിൽ തണുത്ത വെള്ളത്തിൽ മുട്ട വെച്ച് അപ്പം തന്നെ ലിഡ് കൊണ്ട് കവർ ചെയ്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചിലപ്പോൾ മുട്ട പൊട്ടിപ്പോവും. ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മുട്ട നമുക്ക് പൊട്ടിപ്പോകത്തില്ല. പെട്ടെന്ന് നല്ല കറക്റ്റായിട്ട് ബോയിലായി കിട്ടുകയും ചെയ്യും. ഞാനിതിൻ്റെ കൂടെ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കറികളും ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഇന്ന് ചോറും കറികളുമാണ്. വൈകുന്നേരം നമുക്കൊരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചോറും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്നും നാളെയും 2 ദിവസത്തേക്ക് ലഞ്ചിന് അങ്ങനെ പ്ലാൻ ചെയ്താണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിയുന്നത്ര കാര്യങ്ങൾ അങ്ങ് ചെയ്ത് വെച്ചാൽ, നമ്മളിപ്പോൾ അവധി ദിവസമാണെങ്കിലും നമ്മളിങ്ങനെ ഉച്ച വരെ കിച്ചണിൽ നിന്ന് വട്ടം കറങ്ങണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്യും. അപ്പോൾ ഞാനൊരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഫ്രീസ് ചെയ്ത വെളുത്തുള്ളിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗാർലിക്ക് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് മിൻസ് ചെയ്തിട്ട്, നമ്മുടെ ചോപ്പറില്ലേ അതിൽ മിൻസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്തതാണ്. നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഇതുപോലൊരു സിപ്ലോ കവറിലോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ ഫ്രീസ് ചെയ്തിട്ട് പിന്നെ ഒരു സിപ്ലോക്ക് ബാഗിലോട്ട് ഇട്ടിട്ട് അങ്ങനെയാണ് വെക്കാറുള്ളത്. ഞാനിങ്ങനെ ഗാർലിക് ഇതുപോലെ മിൻസ് ചെയ്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ ഞാൻ ഗാർലിക് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് എടുത്ത് നമ്മളിങ്ങനെ ചതച്ചിട്ട് അങ്ങനെയൊക്കെ ഇടാറാണ് പതിവ്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനതൊരു സിപ്ലോക്ക് ബാഗിലോട്ട് മാറ്റി വെച്ചു. നമ്മൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇത് ഒരു പ്രശ്നമില്ലാതെ ഇരുന്നോളും. ഞാനിത് ചെയ്യുമ്പോൾ കുറച്ച് അധികം ചെയ്ത് വെക്കും. പിന്നെ ഒരു 2-3 മാസത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലോങ് മെല്ലിനാണ് തോരൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് മേടിക്കുമ്പോൾ ഒരു പകുതി തോരൻ വെക്കും, അടുത്ത പകുതി ഫ്രീസ് ചെയ്യും. അങ്ങനെയാണ് പതിവ്. ഇത് എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നും ആവില്ല, പക്ഷേ ഇവിടെ എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കൈൻഡ് ഓഫ് റെഗുലറായി മേടിക്കുന്ന ഒരു വെജിറ്റബിളാണ്. നമ്മൾ ഈ വെജിറ്റബിൾസ് കൊണ്ട് തോരൻ വെക്കുമ്പോൾ നമ്മളിത് ഡീഫ്രോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ നേരിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒട്ടും ഇങ്ങനെ വെള്ളമായിട്ട് അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ തന്നെ വരും. അപ്പം ഞാനതിങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുട്ടക്കറിയാണ്. അപ്പം ഞാനിതിന് ക്യാൻഡ് ടൊമാറ്റോ വരുമല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ടൊമാറ്റോയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഞാൻ സാലഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും റാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ടൊമാറ്റോ യൂസ് ചെയ്യും. അല്ലാതെ കറികൾക്കൊക്കെ ഈ ഒരു ക്യാൻഡ് ടൊമാറ്റോ യൂസ് ചെയ്യും. ഇത് നല്ലതാണ്. കറി ഉണ്ടാക്കുമ്പോൾ നമുക്കങ്ങനെ പറയത്തക്ക വ്യത്യാസമൊന്നും തോന്നില്ല. സാധാരണ ടൊമാറ്റോ പോലെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. എൻ്റെ ഒരു സിമ്പിൾ മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. മെയിനായിട്ട് ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പം അതിനൊരു ടേസ്റ്റാണ്. ഈ ഉള്ളി ഇങ്ങനെ ചില കറികളിൽ ഇങ്ങനെ വിട്ട് കിടക്കില്ല, അപ്പോൾ നമുക്ക് അത്ര ഒരു രസം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി, കാരണം പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഒത്തിരി സ്പൈസി ആക്കാറില്ല. ഇനി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പം ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മൾ തേങ്ങാപ്പാൽ പൊടി കൊണ്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഈ മാഗിയുടെ തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ എപ്പോഴും തന്നെ മേടിക്കാറുള്ളത്. നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിലും ഇപ്പോൾ കോൾസിലും പല ഇന്ത്യൻ പ്രൊഡക്ട്സും കാണാറുണ്ട്. പരിപ്പ്, പയർ, അച്ചാർ, ബിസ്ക്കറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാറുണ്ട്. നമുക്കൊരു ഏഷ്യൻ ഐലുണ്ട്, അതിലപ്പോൾ കുറച്ച് ഇന്ത്യൻ പ്രൊഡക്ട്സും ഉണ്ട്. കോൾസിൽ ഇന്ത്യൻ സ്റ്റോറിനേക്കാളും ഒരു ഇച്ചിരി വില കുറവും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു കവറിൽ തന്നെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെക്കും. അത് മാസങ്ങളോളം അങ്ങനെ കേടാകാതിരുന്നോളും. ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ നമ്മൾ ഈ പൊടി എടുക്കുക, അതിലോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ആവാനൊക്കെ വളരെ എളുപ്പമാണ്.
എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്യുക. വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രഷ് കോക്കനട്ട് മിൽക്കുമായിട്ട് കമ്പയർ ചെയ്യരുത്. എന്നാലും ഇങ്ങനെ നമുക്കൊരു ഇൻസ്റ്റൻ്റായി കിട്ടുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വളരെ വളരെ നല്ലതായിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ഇനി നമ്മൾ ഇത് തിളപ്പിച്ചാലും ഇത് പിരിഞ്ഞൊന്നും പോവില്ല. നമ്മുടെ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ചിലപ്പോൾ പിരിഞ്ഞു പോകത്തില്ലേ. ഇത് പക്ഷേ ബോയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടക്കറി റെഡിയായി. അതിൻ്റെ ഇടയിൽ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രോസൺ കോക്കനട്ടാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ തേങ്ങ മേടിച്ചിട്ട് വരുമ്പം അത് കുറച്ച് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു സിപ്ലോക്ക് ബാഗിലിട്ട് വെക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രോസൺ കോക്കനട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ പേരത് നല്ല യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ തോരനും റെഡിയായി. ഇനി നമുക്ക് പൂരി റെഡിയാക്കാം. ഞാൻ ഗോതമ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. കാരണം നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയാലും നല്ല സോഫ്റ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാനിതൊരു അരമണിക്കൂർ ഇപ്പം ഇന്നുണ്ടാക്കാനായതുകൊണ്ട് രാവിലെ എണീറ്റപാട് ഇതൊന്ന് കുഴച്ച് വെക്കും. കുറച്ച് എണ്ണയും ഉപ്പും ചേർത്തിട്ട് ഒരു വാം വാട്ടറിൽ, ഭയങ്കര ചൂടുവെള്ളമൊന്നുമല്ല, ജസ്റ്റ് വാം വാട്ടറിൽ ഒരു അരമണിക്കൂറൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചെറിയ ഉരുളകളാക്കി സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും. നമുക്ക് കിട്ടുന്ന ഈ ഗോതമ്പ് പൊടി ഹോൾ വീറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇത് അത്യാവശ്യം നല്ല പ്രോസസ്ഡാണ്. അതുകൊണ്ടാണ് കുറച്ചൊന്നിങ്ങനെ നല്ല സോഫ്റ്റായിട്ട്. നമ്മളിപ്പോൾ ചപ്പാത്തി ആണെങ്കിലും നമ്മൾ പണ്ടൊന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അത്ര സോഫ്റ്റ് ഒന്നായിട്ട് എനിക്ക് തോന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. അപ്പം ഞാനങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പൂരി പിന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് പൂരി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി അങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പൂരി അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ടാണല്ലോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിതൊന്നൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ സൈഡൊക്കെ പതുക്കെ ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊന്തി വരും. പിന്നെ അതിൻ്റെ മേലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുക. ഈ അടിഭാഗം നന്നായി കുക്കായതിന് ശേഷം മാത്രം അത് മറിച്ചിടുക. നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം മറിച്ചും തിരിച്ചിടുന്നതിന് പകരം ഒറ്റ പ്രാവശ്യം മാത്രം മറിച്ചിടുക. ഇനി അതിൻ്റെ അടിഭാഗം കൂടെ കുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആ സൈഡൊക്കെ ഒന്നിങ്ങനെ എണ്ണയിൽ നന്നായി മുക്കുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പൂരി നല്ല കൊമളിച്ച് നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ ഇതങ്ങനെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് വേവുന്നൊരു സംഭവമാണ്. എനിക്ക് ശരിക്കും മുട്ടക്കറീനേക്കാളും ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ബാജി പോലെ ഉണ്ടാക്കത്തില്ലേ, അതാണ് എനിക്കൊന്നും കൂടി ഇഷ്ടം കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ വീക്കെൻഡ് നമുക്കൊരു ലോങ് വീക്കെൻഡായിരുന്നു. പക്ഷേ വളരെ വൃത്തികെട്ടൊരു വെതറായിരുന്നു. എല്ലാ ദിവസവും മഴയും തണുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ വീണ്ടും സീരിയസ് ആയിട്ട് നമുക്ക് ബുക്ക് വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള മെൽ റോബിൻസിൻ്റെ ബുക്കാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ വായിച്ച് ഇനി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ബാക്കി കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ വിഷുവിൻ്റെ സമയത്ത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച പടവലാണ്. അവിയൽ അങ്ങനെ ഈ പറയും പോലെ ആർക്കും വലിയ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഫ്രീസറിൽ നോക്കിയപ്പോൾ ഫ്രീസറിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്ത, ഇപ്പോൾ ചിക്കൻ, ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് എല്ലാ വീക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് തീർന്നു പോകും. ഇത് നമ്മളിങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിന് മേടിക്കുന്നത് കൊണ്ടും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്തത് കൊണ്ടും അങ്ങനെ ചിലപ്പം ഇരുന്ന് പോവും. അപ്പം ഞാനതിനുള്ള അരപ്പ് കുറച്ച് തേങ്ങ, ഉള്ളി, പച്ചമുളക്, ജീരകം, അത്രയേ ഉള്ളൂ. അത്രയൊന്ന് ഒതുക്കിയെടുക്കുന്നു. കുക്കറിലൊരു വിസിലടിക്കുന്നു. സാധാരണ ഞാനിങ്ങനെ കുക്കറിലൊരു വിസിലടിച്ച് ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോൾ നമുക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അതങ്ങനെ അവിടെ റെഡി ആവുന്നു. അപ്പം ഞാൻ കുറച്ച് ബ്രസ്റ്റ് ഫില്ലറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുപോലെ പനീറും, ഇത് രണ്ടും ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മിക്കവാറും നമ്മൾ ഡിന്നറിനാണ് ഈ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കും. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് പുറത്ത് വെക്കും. അപ്പോൾ അതൊരു 6 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല ഡീഫ്രോസ്റ്റ് ആയിട്ടിരിക്കും. പനീറും അതുപോലെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പനീർ ബട്ടർ മസാല. നമുക്ക് ചിക്കൻ ബ്രസ്റ്റ്, അതുപോലെ ചിക്കൻ തൈ, അതുപോലെ ചിക്കൻ കറി പീസസ്, അങ്ങനെ പലതരത്തിലുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ അധികം തന്നെ ചിക്കൻ ബ്രസ്റ്റ് ഫാറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ ചിക്കൻ ബ്രസ്റ്റ് മേടിക്കും. പക്ഷേ തൈസാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ കറീസൊക്കെ ഉണ്ടാക്കുമ്പം തൈസാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസ്ഡ് പീസസ് ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇനി മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യും. പനീർ നമ്മൾ എങ്ങനെയാണോ കറി വെക്കുന്നത്, അപ്പോൾ ഞാനിതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് 2 പോർഷൻ ആക്കിയിട്ട് ഫ്രീസ് ചെയ്യും. അപ്പോൾ നമുക്കിതൊരു 2 പ്രാവശ്യം കറി വെക്കാൻ പാകത്തിന്. നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും റെഡി ടു കുക്കായിട്ട് ഫ്രീസ് ചെയ്യുന്നതാണ് നമുക്ക് സൗകര്യം. നമ്മളത് പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് എടുത്തിട്ട് അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യുക, കുക്ക് ചെയ്യുക. അപ്പോൾ അത് വളരെ വളരെ എളുപ്പമാണ്.
എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് എൻ്റെ ടൈം സേവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീക്കെൻഡിൽ ഇപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഞാൻ 2-3 ബാച്ച് ഉണ്ടാക്കും. ഈ പനീർ ബട്ടർ മസാലയുടെ ആ ഒരു മസാല ഉണ്ടല്ലോ, അതും നമുക്ക് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ കുക്ക് ചെയ്താൽ നല്ല അടിപൊളി പനീർ ബട്ടർ മസാല നമുക്ക് കിട്ടും. നല്ല ഫ്രഷാണ്. ഞാൻ ഇതിന് മുൻപിലത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് കുക്ക് ചെയ്ത പോലെയോ അങ്ങനെ ഒന്നും തോന്നില്ല. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിലിട്ട് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ അത് കുറച്ച് അധികം വെന്ത് പോവും. ഞാൻ സാധാരണ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അതിൻ്റെ വേവ് അനുസരിച്ച് അങ്ങനെ കുക്ക് ചെയ്യാറാണ് പതിവ് കേട്ടോ. ഈ അവിയൽ ശരിക്കും ഒരു അവിയൽ പരുവായിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല. ഞാൻ അരപ്പൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കും. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് സിമ്മിലിടും, ആ അരപ്പൊന്ന് ചെറുതായിട്ട് വേകാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിക്കനുള്ള മസാല റെഡിയാക്കാം. ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് തൈര് ഒഴിക്കാം. ഞാൻ കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പുതിനയില ഇവിടെ നമുക്ക് ഉണ്ട്, പക്ഷേ ഇപ്പം ഇങ്ങനെ വിൻ്ററൊക്കെ ആയി തുടങ്ങിയത് കൊണ്ട് കാര്യമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് പുതിനയിലയേ ഉള്ളൂ. മല്ലിയിലയും പുതിനയിലയും ഞാൻ ഏതാണ്ട് സെയിം ക്വാണ്ടിറ്റിയിലാണ് ഇടാറുള്ളത് കേട്ടോ. അതുപോലെ മല്ലിയില ഇതുപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് ഈ ഒരു ടിഷ്യൂവിൽ റാപ്പ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു 2 വീക്സോളം ഇത് സുഖമായിട്ടിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചതാണ്. കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നിറം മാറിയിട്ടുണ്ട്, വളരെ കുറച്ചെണ്ണം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കി വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ചീത്ത ഇലേൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ബാക്കിയും കൂടി ചിലപ്പോൾ പെട്ടെന്ന് കേടാവും. അപ്പോൾ നമ്മളൊരു ഫ്യൂ ഡേയ്സൊക്കെ കൂടുമ്പോൾ നമ്മൾ എപ്പോഴും റെഗുലറായി യൂസ് ചെയ്യുന്നതല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് നോക്കി അതൊക്കെ ഒഴിവാക്കി ഒന്ന് എടുത്ത് വെച്ചു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതിലോട്ട് ഈ മസാല ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും. ഇത് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആ ഒരു പോർഷൻ സൈസിൽ നമുക്ക് സിപ്ലോക്ക് ബാഗിലിട്ടിട്ട് ഫ്രീസ് ചെയ്യാം. ഇത് റീയൂസബിൾ അല്ല. ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ റീയൂസബിളിൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാതെ ചിക്കൻ ഒന്നും ചെയ്യാതെ വെറുതെ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ റീയൂസബിളിൽ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലൈക്ക് യൂസ് ആൻഡ് ത്രോ സിപ്ലോക്ക് ബാഗിലാണ് ഫ്രീസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു മാരിനേഷനാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് ഈ മല്ലിയും പുതിനയും ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഇനി നമുക്കിങ്ങനെ അരയ്ക്കാനൊന്നും സമയമില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ നമ്മുടെ സാധാരണ മസാലയുണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്നാൽ പവർഫുള്ളാണല്ലേ, നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണത്. അപ്പം ഞാൻ അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ സമയവും പിന്നെ ചില വീക്കെൻഡ്സ് നമുക്കിങ്ങനെ വലിയ കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിതൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്തതാണ് കേട്ടോ. ആ ഒരു ട്രേയിൽ എനിക്ക് അങ്ങനത്തെ ഒരുപാട് എണ്ണ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതും നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒത്തിരി കട്ടിയിലല്ലാതെ നമ്മൾ സിപ്ലോക്ക് ബാഗിൽ ഫില്ല് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുക. ഇനി ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള സൈസിൽ. ഇത് ഇങ്ങനെ കട്ട് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഐസ് പോലെയൊന്നുമല്ല, നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പം കട്ടായി വരും. എന്നിട്ട് ഞാനത് വീണ്ടും ഒരു സിപ്ലോക്ക് ബാഗിലിട്ടിട്ട് വെച്ചു. നമുക്കിനി ഇത് ഈ പറയും പോലെ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതുപോലത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വീക്കെൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ജോലി കുറവായിരിക്കും, ഓഫീസിൽ തിരക്ക് കുറവായിരിക്കും, വൈകുന്നേരം ചിലപ്പോൾ സമയമുണ്ടാവും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതായിരുന്നു നമ്മുടെ ലഞ്ച്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു മീൻകറി കൂടി ഉണ്ടാക്കി. നമുക്ക് ഈ പറയും പോലെ ഫ്രീസറിൽ മീനും റെഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ക്യാച്ചപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്ന മോരുകറിയും വേറൊരു തോരനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് പപ്പടം കാച്ചി. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ച് എനിക്കങ്ങനെ കുറേ കറികളുള്ള ഒരു സദ്യ പോലത്തെ ഒരു ചോറുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ജിമ്മിൽ പോവാണ്. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ഞാൻ മിക്കവാറും ജിമ്മിൽ പോകും. നമുക്കങ്ങനെ വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വീക്കിലി ഒരു 4 ദിവസമാണ് പോകാറുള്ളത് കേട്ടോ. അപ്പം വീക്കെൻഡ് 2 ദിവസം പോയാൽ പിന്നെ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ 2 ദിവസം പോയാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു റെസ്റ്റും ബ്രേക്കും ഒക്കെ കിട്ടുന്നതും എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നതും അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പം സാറ്റർഡേ സൺഡേ സ്കിപ്പായാൽ പിന്നെ അതനുസരിച്ച് നമ്മൾ വീക്ക് ഡേയ്സിൽ മാനേജ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ ഇപ്പം ഞാൻ ഈയിടെയായിട്ട് മേ ബി ഒരു കഴിഞ്ഞൊരു 2 മാസമൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു 8000 സ്റ്റെപ്സ് എങ്കിലും ഒരു ദിവസം നടക്കുക എന്നുള്ളത്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ 8000 സ്റ്റെപ്സ്. അപ്പം ഞാൻ രാവിലെ തൊട്ട് അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് നടക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നടക്കും.
വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമ്മളൊരു റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ പറ്റുന്നില്ല. ബേസിക്കലി ഒന്ന് മൂവ് ചെയ്യാനായിട്ട് എപ്പോഴും അതെൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്. കാരണം നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് നമ്മളൊരു ലേറ്റ് 30s early 40s എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒക്കെ ആലോചിക്കേണ്ട സമയമാണ്. നമ്മുടെ ഒരു ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് വർക്കൗട്ട് ആയാലും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആയാലും അതുപോലെ നമ്മുടെ സ്ട്രെസ്സ്, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്. നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫ് അതൊക്കെ സ്ട്രെസ്ഫുൾ ആവുന്നത് ഭയങ്കര ഒരു കഷ്ടമുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഡെയിലി നമ്മുടെ ഓഫീസ് വർക്ക് അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ, മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ സ്ട്രെസ് ആവാനും ടെൻഷൻ അടിക്കാനും തുടങ്ങിയാൽ അല്ലേ, നമുക്കല്ലാതെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാകും. നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അല്ലാതെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മളിൽ പലരും അത് റിയലൈസ് ചെയ്യുന്നില്ല. അതൊന്നും ആലോചിക്കാനുള്ളൊരു സമയം പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അന്ന് ജിമ്മിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് അന്ന് വൈകിട്ടൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു ചില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് വീക്കെൻഡിലെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് കുറച്ച് മീൽ പ്രിപ്പും പ്ലാനിങ്ങും ഒക്കെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാനിങ്ങനെ വീക്കെൻഡ് വരെ അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു 20 മിനിറ്റ്സ് ഒരു 30 മിനിറ്റ്സ് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരം എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ അതിന് സമയം കിട്ടാറുണ്ട്. നമ്മളിൽ പലരും വീക്കെൻഡാണ് നമ്മുടെ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വീട് വൃത്തിയായിട്ടിരിക്കും. പക്ഷേ അടുത്ത 2 ദിവസം കൊണ്ട് വീട് പഴയതുപോലെ ആവും. പിന്നെ നമ്മൾ 4-5 ദിവസം ഈ പറയും പോലെ ആ ഒരു മെസ്സിൽ നമ്മളങ്ങനെ ജീവിക്കും. പിന്നെ നമ്മൾ എന്നും ഒരു 20 മിനിറ്റ്സ് ഇടുന്നതിൻ്റെ ഇരട്ടി എഫേർട്ട് ഇടണം നമുക്ക് വീക്കെൻഡിൽ അത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം എന്നും ഒരു കുറച്ച് സമയം മാറ്റി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മുടെ വീട് വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതുപോലെ എല്ലാവരെയും കൂട്ടുക, നമ്മുടെ പാർട്ട്ണറിനെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും. നമ്മൾ ഒറ്റയ്ക്ക് വീട്ടുജോലികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സങ്കടം അല്ലേ, നമുക്ക് ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യണമല്ലോ, എനിക്കിത് ഷെയർ ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തോടെ ചെയ്യുമ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളാണ്. അതേസമയം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ തോന്നില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വീട് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്യും. ചിലപ്പോൾ അനീഷ ആയിരിക്കും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, അപ്പോൾ ഞാൻ കൂടെ കൂടും. നേരെ തിരിച്ചും. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ പിള്ളേരെ ആണെങ്കിലും നമ്മളൊരു അറിവാകുമ്പോൾ തൊട്ട് അവരെ നമ്മളിങ്ങനെ കൂട്ടുക. അവരെപ്പോഴും ഇഷ്ടത്തോടു കൂടെ ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ അവരത് ഗ്രാജുവലി അവരത് പഠിക്കും. ഇത് നമ്മുടെ റോബോ വാക്യൂം ക്ലീനറാണ്. ഇതൊരു 4 വർഷമൊക്കെ ആയിന്ന് തോന്നുന്നു കേട്ടോ. നമ്മളൊരു കൗതുകത്തിൻ്റെ പുറത്ത് മേടിച്ചാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നാറുണ്ട്. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിൽ ഇതൊത്തിരി നല്ലതാണ്. അല്ലെങ്കിൽ ഈ പറയും പോലെ നമ്മൾ ഈ ഫർണിച്ചറൊക്കെ എപ്പോഴും മാറ്റി മാറ്റി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര കൺവീനിയൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാനിതിനെ വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സേറ ഇവാനും കൂടെ അവിടേക്ക് ഒന്ന് മോപ്പ് ചെയ്തു. പിന്നെ ഞാനപ്പം വാഷ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ ഈ ഒരു വെയിങ് മെഷീൻ എപ്പോഴും ഇങ്ങനെ വാഷ്റൂമിലുണ്ടാവും. മിക്കവാറും ദിവസങ്ങളിൽ അതിലൊന്ന് കയറി നിൽക്കും, എന്നാലേ നമുക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതൊന്നും നമ്മുടെ വെറ്റ് വൈപ്പ് കൊണ്ട് വൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും. എല്ലാ വീക്കെൻഡും ഇങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ ഈ ഒരു ക്ലീനിങ്ങൊക്കെ വീക്കെൻഡ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് മൺഡേ ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ കറക്റ്റ് ഈ ഒരു ഇന്ന കാര്യങ്ങൾ വീക്കെൻഡ് ചെയ്യും അങ്ങനെ എനിക്കില്ല. ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴാണോ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കിട്ടുന്നത് ആ സമയം നമ്മൾ കുറച്ചധികം സമയം എടുക്കുന്ന ക്ലീനിങ്ങൾക്ക്, എന്തെങ്കിലും ഒരു റൂം ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പാൻട്രി ഒന്ന് ഒതുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു ഷെൽഫ് ക്ലീൻ ചെയ്യാനോ വാർഡ്രോബ് ഒന്ന് ഒതുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് അത് ചെയ്യുമ്പം ഒരിക്കലും നമ്മുടെ വീടങ്ങനെ ഭയങ്കര ഒരു മെസ്സിയായി പോവില്ല. കുറേ നാളായി ഈ വിൻഡോ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിള്ളേരെയും കൂട്ടും, അതുപോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോക്കറ്റ് മണിയൊക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഞാൻ എൻ്റെ കിഡ്സ് അക്കൗണ്ടൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സേവ് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇതൊക്കെയായിരുന്നു ഈ വീക്കെൻഡിലെ കുറച്ച് പണികൾ. പിന്നെ ഞാനിങ്ങനെ സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ ഡ്രോയേഴ്സ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മുടെ കിച്ചണിലെയാണ്. ഇത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ഇതിൽ വന്നിങ്ങനെ സാധനങ്ങൾ നിറയുക. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ അലമ്പാകാതെ ഇരിക്കും. ഇത് ഡൈസൻ്റെ വാക്യൂം ക്ലീനറാണ്. അപ്പോൾ ഇതിനിങ്ങനെ പല ബ്രഷുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രോയറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. വൈപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. നമ്മുടെ ഒരു വീക്കെൻഡ് ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.